എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പോയിന്റുകൾ മാത്രം. അതിലൊന്നാമത്തെ കാര്യം ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ലോ ഓഫ് മാസ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലോ ഓഫ് മാസ് ആക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഈ ചാപ്റ്റർ ഒന്ന് തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ചെറിയ കഥ പോലെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി തൽക്കാലം ഇപ്പൊ ഒരാളിന്റെ പേര് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങളൊരു കുട്ടി തന്നെ ആയിക്കോട്ടെ. ആ കുട്ടിയെ ഞാൻ തൽക്കാലത്തേക്ക് എ എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു കുട്ടിയും ഉണ്ട്, അതിന് തൽക്കാലം ബി എന്ന് പേരിട്ട് വിളിക്കുന്നു. അപ്പൊ എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഇക്വിലിബ്രിയം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് നിങ്ങൾക്കൊന്ന് തുടങ്ങി കിട്ടുക, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പൊ അതിനുവേണ്ടി ഞാൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എ എന്ന് പേരുള്ള ഒരു കുട്ടിയും ബി എന്ന് പേരുള്ള ഒരു കുട്ടിയും ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇവർ തമ്മിൽ ഒരു ചെറിയൊരു മത്സരമുണ്ട്. അപ്പോൾ ഈ മത്സരത്തിന്റെ ഒരു വേദി എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ആണെന്ന് വെച്ചോ. സ്കൂൾ ഗ്രൗണ്ട് ആണ്. സമയം രാവിലെ ഒരു 6 മണി, 6 AM. അപ്പൊ ഈ 6 AM ആവുന്ന സമയത്ത് എ എന്ന് പറയുന്ന കുട്ടി ബി എന്ന് പറയുന്ന കുട്ടിയുടെ കവിളിലേക്ക് നോക്കി ഒരു അടി അടിച്ചത് വെച്ചോ. ഒരു അടി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഒരു അടി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതൊരു ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ഫോർവേഡ് റിയാക്ഷൻ സംഭവിച്ചിരിക്കുന്നത് രാവിലെ 6 മണിക്കാണെന്ന് വെച്ചു. അപ്പൊ ഇനി കുറച്ചു നേരം കഴിഞ്ഞു, ഒരു 6:10 ആവുന്ന സമയത്ത് ഈ ബി എന്ന് പറയുന്ന ഒരു കുട്ടി തിരിച്ച് എ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതുപോലെ തന്നെ ഒരു അടി കൊടുത്തു എന്ന് വെച്ചു. അപ്പൊ എങ്കിൽ അവിടെ ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുടരുന്നു. 6:20 ഒരു ഫോർവേഡ്, 6:25 ഒരു ബാക്ക്വേർഡ്, ഇങ്ങനെ ഫോർവേഡ് ബാക്ക്വേർഡ് ഇങ്ങനെ പറയുന്ന ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നു എന്ന് വെച്ചോ. അപ്പൊ എങ്കിൽ ഇങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ പ്രത്യേകത അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കണമെന്ന് വെച്ചു. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 6:25 അവിടെ ഇങ്ങനെ ഫോർവേഡും ബാക്ക്വേർഡും നടന്നുകൊണ്ടിരിക്കുകയാണ്. 6:30, 6:35, പിന്നെ 6:40, 7, 8, 9, 10, 11, 12 മണി വരെ ആയെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 12 മണി വരെ ഈ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചു. അപ്പൊ എങ്കിൽ എപ്പോഴോ ഒരിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ 6:12 തന്നെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോ അത് 8:43 അല്ലെങ്കിൽ ചിലപ്പോ അത് 11:12 എപ്പോഴോ ഒരിക്കൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാവുന്ന ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയത്തിൽ ബന്ധപ്പെട്ട നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. ഇക്വിലിബ്രിയം എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പോയിന്റ് നമുക്ക് പറയാനുള്ളൂ. At equilibrium, rate of forward reaction equal to rate of backward reaction. അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ഐഡന്റിഫൈ കഴിയില്ല. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8:43 ചിലപ്പോൾ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കാം. പക്ഷേ എന്നാൽ പോലും 8:43 ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് റിയാക്ഷൻ അവിടെ അവസാനിച്ചില്ല. റിയാക്ഷൻ 12 മണിയായിട്ടും റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിച്ചോ. അപ്പൊ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വെച്ചതുകൊണ്ട് റിയാക്ഷൻ അവിടെ അവസാനിക്കണമെന്നില്ല, റിയാക്ഷൻ അവിടെ നിൽക്കണമെന്നില്ല. പകരം ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത അത് നിൽക്കുന്നതല്ല, സ്റ്റാറ്റിക് അല്ല, പകരം ചലിക്കുന്നതാണ്. അത് വീണ്ടും നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഡൈനാമിക് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കാം.
ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ്, ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയാം, അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ തന്നല്ലോ. അപ്പൊ ഇനി ഇതിനെ ഒരു ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ, ചെറിയ ക്ലാസ്സിലെ ഈ ഗ്രാഫ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് റേറ്റ് പ്ലോട്ട് ചെയ്യാം. എളുപ്പത്തിന് വേണമെങ്കിൽ 10, 20, 30, 40 എന്ന് മാർക്ക് ചെയ്തു. ഇനി എക്സ് ആക്സിസിനാണെങ്കിൽ ടൈം നമുക്ക് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് മാർക്ക് ചെയ്യാം. ടൈം 10 സെക്കൻഡ്, 30 സെക്കൻഡ്, 50 സെക്കൻഡ്, 70, 80 എന്ന് പറഞ്ഞ് നമുക്ക് പോവാം. അപ്പൊ ഇനി റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ടൈം 0 ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈം തുടങ്ങുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിരിക്കും. സോ ടൈം 0 ആകുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിരിക്കും. ഏകദേശം 40ഓളം ഉണ്ട് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ്. ഇനി സമയം കഴിയുന്നതനുസരിച്ച് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കഴിയുന്നതനുസരിച്ച് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും കുറഞ്ഞു വരിക. സോ ഫോർവേഡ് റിയാക്ഷന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതേസമയം സമയം 0 ആകുന്ന സമയത്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. ഇനി സമയം കൂടുന്നതനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് കൂടുന്നുണ്ട്. സോ സമയം കൂടുന്നതനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സോ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് കൂടി വരുന്നുണ്ട്. ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്കറിയാം എപ്പോഴാണ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ രണ്ട് റിയാക്ഷൻ റേറ്റ് തുല്യമാവുന്നു. സോ ഈ രണ്ട് റിയാക്ഷൻ റേറ്റ് തുല്യമാവുന്ന ഈ അവസ്ഥയെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ആര് ചോദിച്ചാലും നിങ്ങൾ പോയിന്റ് പറയേണ്ടത് എത്രയാണ്, ഇക്വിലിബ്രിയം എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് ചോദിച്ചാൽ ഒറ്റ പോയിന്റേ ഉള്ളൂ, അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയാം. ഇനി ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത, അത് റിവേഴ്സിബിൾ റിയാക്ഷൻ മാത്രമേ ഇക്വിലിബ്രിയം ഉള്ളൂ. സോ റിവേഴ്സിബിൾ റിയാക്ഷൻ മാത്രം. ഫോർവേഡ് റിയാക്ഷൻ മാത്രം ഉണ്ടെങ്കിൽ, തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ല എങ്കിൽ നമുക്കറിയാം അവിടെ ഇക്വിലിബ്രിയത്തിന്റെ സാധ്യതയില്ല. സോ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഇനി എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷനും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 അടി കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 എണ്ണേ തിരിച്ചു വന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും അത് റിവേഴ്സിബിൾ ആണ്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് 10 എണ്ണം പോയിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 എണ്ണേ വന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആണെങ്കിലും അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ, റിവേഴ്സിബിൾ റിയാക്ഷൻസിന് മാത്രമേ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ, സമ്മതിച്ചു. പക്ഷേ എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷനും ഇക്വിലിബ്രിയത്തിലാവണം നിർബന്ധം പിടിക്കാൻ കഴിയില്ല. കാരണം ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കുറവാണ് എങ്കിൽ അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നേരെ തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കൂടുതലാണ്, ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കുറവാണ് എങ്കിലും അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ലെന്ന് ഓർക്കുക. സോ റിവേഴ്സിബിൾ റിയാക്ഷൻ മാത്രമേ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷനും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എന്ന് കൂടെ ഓർമ്മിക്കാം. ഇനി ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞു, അത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. എന്തുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്കറിയാം. നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 8:43 ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ പോലും റിയാക്ഷൻ അവിടെ അവസാനിക്കുന്നില്ല. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ഒരിക്കലും നിൽക്കുന്നതല്ല, പകരം ചലിക്കുന്നതാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാഷ്യസ് റിയാക്ടന്റോ ഗ്യാഷ്യസ് പ്രോഡക്റ്റോ ഉണ്ടെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ, അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് ഓർമ്മിക്കുക. ഇനി ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ് ആണെന്ന് കൂടെ ഓർമ്മിക്കണം. സോ ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തൽക്കാലം 5 പോയിന്റ് എങ്കിലും പറയാൻ അറിയാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്,
At equilibrium, rate of forward reaction equal to rate of backward reaction. അതറിയാം. Equilibrium established only for reversible reaction. അതറിയാം. അടുത്ത equilibrium established അല്ലെങ്കിൽ equilibrium is dynamic in nature. Dynamic in nature. അതിന്റെ കാരണം equilibrium establish ചെയ്തെന്ന് വെച്ചുകൊണ്ട് റിയാക്ഷൻ അവസാനിക്കുന്നില്ല. പിന്നെ അടുത്ത പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ equilibriumത്തിന്റെ പ്രത്യേകത gaseous substance ഉണ്ടെങ്കിൽ അവിടെ closed containers ഉണ്ടായിരിക്കണം. പിന്നെ temperature should be constant ആണെന്ന് അറിയാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ്. ഇനി അടുത്ത ഞാൻ മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചാപ്റ്ററിൽ ഈ പറഞ്ഞ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇക്വിലിബ്രിയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് തന്നെ നമുക്ക് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഇനി കെമിക്കൽ ഇക്വേഷൻ വരുന്ന സമയത്ത് കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. പിന്നെ സൊല്യൂഷന്റെ കേസിൽ അയോണിക് ഇക്വിലിബ്രിയം വരാറുണ്ട്. പിന്നെ ഫേസ് റൂൾ വരുന്ന സമയത്ത് ഫേസ് ഇക്വിലിബ്രിയം വരാറുണ്ട്. ഇങ്ങനെ പല പല കൺസെപ്റ്റുകൾ നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ശരി, ഇക്വിലിബ്രിയത്തിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ലോ ഓഫ് മാസ് ആക്ഷനെ പറ്റിയാണ്. ലോ ഓഫ് മാസ് ആക്ഷൻ. ശരി, ലോ ഓഫ് മാസ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതനുസരിച്ച് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഒരു റിയാക്ഷന്റെ റേറ്റ് എന്നുള്ളത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നു. അപ്പൊ അതിൽ കോൺസെൻട്രേഷൻ എന്ന വാക്കിന് പകരം ഇവിടെ ഉപയോഗിച്ചിരുന്നത് ആക്റ്റീവ് മാസ് എന്നാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആക്റ്റീവ് മാസ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ്, വേറൊന്നുമില്ല. ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതായത് ഒരു റിയാക്ഷൻ റേറ്റ് എന്നുള്ളത് റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാൽ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ വായിക്കേണ്ടത് ഇങ്ങനെ: എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. ഓക്കെ, അപ്പൊ ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇക്വിലിബ്രിയത്തിന്റെ സാധ്യത അവിടെ ഇല്ല. ഇങ്ങനെ എഴുതിയാൽ വായിക്കേണ്ടത് എ പ്ലസ് ബി ബി റിവേഴ്സിബിളി ഗീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. റിവേഴ്സിബിളി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. അതായത് ഒരു ആരോയുടെ പകുതിയും ഇവിടെ ഒരു ആരോയുടെ പകുതിയും ഇതുപോലെ. ഇതാണ് ഇക്വിലിബ്രിയം. ഇത് വായിക്കേണ്ടത് ഇങ്ങനെ: എ പ്ലസ് ബി ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് സി സി പ്ലസ് ഡി ഡി. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലത്തെ ആരോസ് ആണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ ആണെന്ന് ഓർമ്മ വേണം. ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. ഇത് വായിക്കേണ്ടത് ഇങ്ങനെ: എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നില്ല. എ പ്ലസ് ബി ബി റിവേഴ്സിബിളി ഗീവ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, പക്ഷെ ഇക്വിലിബ്രിയത്തിൽ ആയിട്ടില്ല. റിവേഴ്സിബിളി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. ഇതിന്റെ പ്രത്യേകത ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. എ പ്ലസ് ബി ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് സി സി പ്ലസ് ഡി ഡി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന് മുഴുക്കെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇതുപോലത്തെ ആരോസ് ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഓർക്കുക, ഇക്വിലിബ്രിയം ഇതിന്റെ പകുതിയും ഇങ്ങനത്തെ ആരോസ് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ ഇക്വേഷനും എഴുതേണ്ടതെന്ന് നമുക്ക് ഓർമ്മ വരണം. കാരണം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇക്വിലിബ്രിയം എന്നാണെന്ന് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് രണ്ട് പോയിന്റ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക. അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കി തരിക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക. അത് മാറിപ്പോകരുത്. കാരണം ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കുറഞ്ഞു വരുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് കൂടി വരുന്നു. അപ്പൊ ആ രീതിയിൽ വരച്ച് നോക്കുക. പിന്നെ ലോ ഓഫ് മാസ് ആക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇക്വേഷൻ വായിക്കാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ഇനി ഇക്വിലിബ്രിയം വിത്ത് എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് എല്ലാം വായിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.